നമസ്കാരം. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അമേരിക്കയുമായി ഒരു കരാറിന് തയ്യാറാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും പുതുതായി പുറത്തുവന്ന വിവരവും അതാണ്. അതേസമയം ഇപ്പോഴത്തെ ആവശ്യം യുദ്ധം നിർത്തുക എന്നതിനാലാണ് ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ചകൾ പിന്നീടാകാം എന്ന നയം ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇത്തരമൊരു നിർദ്ദേശം ഇറാൻ കൈമാറിയത് എന്നാണ് US വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആണവ വിഷയത്തിൽ എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന കാര്യത്തിൽ ഇറാനിയൻ നേതൃത്വത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുന്നതിനുള്ള നീക്കമായിട്ടാണ് ഇറാന്റെ പുതിയ നിർദ്ദേശത്തെ കാണുന്നത്. എന്നാൽ ഇറാനു മേലുള്ള ഉപരോധം പിൻവലിക്കുന്നത് ഭാവി ചർച്ചകളിൽ സ്വാധീനം കുറയ്ക്കുമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശവും അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു വിലയിരുത്തലും. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുക എന്നത് പ്രധാനമാണ് എന്നാണ് US കരുതുന്നത്. ഇക്കാര്യം പറയുന്ന റിപ്പോർട്ടിൽ അത് വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഇറാനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് ട്രംപ് തിങ്കളാഴ്ച ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി വിദേശ ടീമിലെ അംഗങ്ങളുമായി ചർച്ച നടത്തുമെന്നാണ് വിവരം. ഹോർമുസ് തുറക്കുക വഴി ആദ്യം ഉപരോധം നീക്കുക, ഒപ്പം വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടുകയോ അല്ലെങ്കിൽ ഇരു കക്ഷികളും യുദ്ധത്തിൽ നിന്നും സ്ഥിരം വിടുതലിന് സമ്മതിക്കുകയോ ചെയ്യും. കടലിടുക്ക് തുറന്നതിന് ശേഷവും ഉപരോധം പിൻവലിച്ചതിന് ശേഷവും മാത്രമായിരിക്കും ആണവ ചർച്ചകൾ ആരംഭിക്കുക. എന്നാൽ ഈ നിർദ്ദേശം US പരിഗണിക്കുമോ എന്നത് വ്യക്തമല്ല. നയതന്ത്ര ചർച്ചകളിലെ സ്തംഭനാവസ്ഥയും അടുത്ത ഘട്ടത്തിൽ എടുക്കേണ്ട നടപടികളും ട്രംപിന്റെ സംഘം ചർച്ച ചെയ്യുമെന്നും ഒരു US ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട്. ഞായറാഴ്ച ഫോക് ന്യൂസ് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇറാനിയൻ എണ്ണ കയറ്റുമതിയെ തടയുന്ന നാവിക ഉപരോധം തുടരാൻ താൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കിയത്. തങ്ങളുടെ എണ്ണ കയറ്റി അയക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇറാൻ വഴങ്ങുമെന്നതാണ് ട്രംപിന്റെ പ്രതീക്ഷ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി മണിക്കൂറുകളുടെ ഇടവേളയിൽ 2 തവണ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിരുന്നു. ശനിയാഴ്ച US പ്രതിനിധികൾ ചർച്ചയ്ക്ക് എത്തും മുൻപേ പാകിസ്ഥാനിൽ നിന്നും ഒമാനിലേക്ക് പോയി ഞായറാഴ്ച വീണ്ടും ഇസ്ലാമാബാദിലെത്തി. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുടെ പ്രാഥമിക രൂപരേഖയുടെ കാര്യത്തിലും ഇറാന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വെള്ളിയാഴ്ച രാത്രി അരാജിയും സംഘവും ഇസ്ലാമാബാദിലെത്തി പാക് സേനാ മേധാവി അസീം മുനീർ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അരാജിയുമായുള്ള സമാധാന ചർച്ചകൾക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ കാര്യദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരഡ് കർഷനും എന്നിവർ ശനിയാഴ്ച ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു. എന്നാൽ അരാജി അതിനു മുന്നേ ഒമാനിലേക്ക് പോയി. പിന്നാലെ US പ്രതിനിധി സംഘത്തിന്റെ യാത്ര ട്രംപ് റദ്ദാക്കുകയായിരുന്നു. തിങ്കളാഴ്ച അരാജി മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയേക്കും. US മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്നതിൽ ഇറാനിയൻ നേതൃത്വം സമവായം ആയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും പാകിസ്ഥാൻ, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞരെ അബ്ബാസ് അരാജിയും അറിയിച്ചതായാണ് വ്യക്തം. എന്തായാലും മേഖലയിൽ സമാധാനം ഉറപ്പാക്കാനായി ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ ശക്തികളും നയതന്ത്ര ചർച്ചകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്ത്, ഫ്രാൻസ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതിനു പുറമെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ UAE വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തിവരുന്നത്. റഷ്യയുടെ ഇടപെടലാണ് ഈ ചർച്ചകൾ നിർണായകമാകാൻ സാധ്യതയുള്ള മറ്റൊരു ഘടകം. ഇറാൻ വിദേശകാര്യമന്ത്രി ഉടൻ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കും. ഇറാന്റെ യുറേനിയം ശേഖരം റഷ്യയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്ന വാഗ്ദാനവും ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതികൾക്ക് റഷ്യ നൽകുന്ന പിന്തുണയും ഒരു പുതിയ സമവായ ഫോർമുലയിലേക്ക് വഴി തുറന്നേക്കാം. ഇറാനും അമേരിക്കയും തമ്മിൽ പാകിസ്ഥാനിൽ വെച്ച് നടക്കാനിരിക്കുന്ന നേരിട്ടുള്ള ചർച്ചകളുടെ സാധ്യതകൾ മങ്ങിയതോടെയാണ് ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടൽ പരിസരത്തുണ്ടായിരുന്ന അതീവ സുരക്ഷാ നിയന്ത്രണങ്ങൾ അധികൃതർ പിൻവലിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള ചർച്ചകൾ തടസ്സം നേരിടുന്നുവെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങൾ ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്.